പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചാമ്പങ്ങ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ചാമ്പങ്ങയുടെ സീസൺ ആണല്ലോ. ചാമ്പങ്ങയൊക്കെ എല്ലാം മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ വീണു പോവുകയാണ്. ഇത് കളയാതെ ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കൂ, വളരെ രുചിയുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ചേട്ടത്തിയമ്മ എനിക്ക് തോരൻ ഉണ്ടാക്കി തന്നു. അത് നല്ല രുചിയായിട്ട് തോന്നി. അപ്പോൾ ഞാനും അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ അവിടുന്ന് ചാമ്പങ്ങയൊക്കെ കൊണ്ടുവന്നു. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ചാമ്പങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഒരു അരമണിക്കൂർ ഉപ്പ് തിരുമ്മി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങ, 2-3 പച്ചമുളക്, ചെറിയുള്ളി, ഇത് ഒതുക്കിയെടുക്കണം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചു. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിടാം. കറിവേപ്പില, 2 വറ്റൽമുളക്, ഉള്ളി നന്നായിട്ട് വരട്ടിയെടുക്കണം. ഉള്ളി വാടുമ്പോഴേക്കും ഉപ്പിട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന ചാമ്പങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇത് അധികം മൂക്കാത്ത ചാമ്പങ്ങയാണ് ഇതിന് തോരന് വേണ്ടി ഉപയോഗിക്കുന്നത്. തോരനൊരു ചെറിയ പുളിപ്പ് കാണണം. അത് ചോറിന് ഇച്ചിരി പുളിയുള്ള തോരൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതുപോലെ നമ്മൾ നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞ് എടുക്കണം. ഉപ്പിട്ട് വച്ചിരുന്ന ചാമ്പങ്ങ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തു. പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്രയും വെള്ളം കിട്ടി. എത്രയും നന്നായിട്ട് മുറുക്കി പിഴിയാമോ അത്രയും തോരൻ കുഴഞ്ഞിരിക്കാതെ ഇരിക്കും. പിന്നെ പുളിയും കുറഞ്ഞിരിക്കും. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത്രയും മൂക്കണം, അല്ലെങ്കിൽ ഈ ഉള്ളിയുടെ വെള്ളം കാരണം ഈ ചാമ്പങ്ങയുടെ തോരൻ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഉള്ളി ഇതുപോലെ ഇത്രയും നന്നായിട്ട് വാട്ടണം. ഇനി നമ്മൾ ഈ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ചാമ്പങ്ങ ഇതിനകത്തേക്ക് ഇടാം. ഉപ്പിട്ട് പിഴിഞ്ഞതായതുകൊണ്ട് ഉപ്പ് കുറച്ച് ഇട്ടാൽ മതിയാവും. കുറച്ച് ഉപ്പ് ഇതിനകത്ത് കാണും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും മുളകും ചെറിയുള്ളിയും കൂടി ഇതിനകത്തേക്ക് ഇടാം. ഇനി ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി പൊത്തിയായിരുന്നു. ഇപ്പൊ വെള്ളമെല്ലാം തോർന്നിട്ടുണ്ട്. തോരൻ റെഡിയായി. കുഴഞ്ഞിട്ടൊന്നുമില്ല. നല്ല കാണുമ്പോൾ തന്നെ അറിയാതെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ വളരെ നല്ലതാണ്. ശേഷം പുളിപ്പുമുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.